ഇതുപോലൊരു ദുഃഖം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. എന്തു പറ്റി ചേച്ചി? നാരായണ കവചം ചൊല്ലു. നാരായണ കവചം ചൊല്ലി സമാധാനമായിട്ട്. നമുക്കൊക്കെ ഒരു പൂർവ്വചരിത്രം ഉണ്ട്, നമ്മൾ അങ്ങനെ വിചാരിക്കുക. പുത്രദുഃഖം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻജന്മ പാപകർമ്മമായിട്ട് അതിനെ വിചാരിക്കുക, സങ്കടപ്പെടണ്ട. എനിക്ക് പറയുമ്പോ എന്റെ കണ്ണ് നിറയണു ചേച്ചി. എന്താ പറയാ, നമുക്ക് എത്ര എന്താ പറയാ, എത്ര തന്നെ ആയാലും അത് വയറിൽ നിന്ന് കരുവായിരിക്കുമ്പോ തന്നെ നഷ്ടപ്പെട്ടു പോയാൽ തന്നെ നമുക്ക് സങ്കടമാണ്. പിന്നെ ജീവനോടെ മരിച്ചു പോകുമ്പോ നമുക്ക് സങ്കടം വരില്ലേ? എനിക്കും അങ്ങനെയാണ്, എനിക്കും സങ്കടം വരും. എനിക്കും വയറിൽ നിന്ന് തന്നെ പോയിട്ടുള്ള ഒരു അനുഭവം ഉണ്ട്. അപ്പൊ ഞാനും എന്നും ആലോചിക്കും, ഞാൻ എപ്പോഴും ആ ഒരു ഭാഗത്തിലൂടെ നോക്കുമ്പോ അത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്ര വയസ്സായിട്ടുണ്ടാവില്ലേ, ഇപ്പൊ ഇന്നത് പഠിക്കുന്നുണ്ടാവില്ലേ എന്നൊക്കെ ഞാനും വിചാരിക്കും കേട്ടോ. ഞാനും ചേച്ചിയുടെ ദുഃഖത്തിൽ പങ്കാളികളാകണു. എനിക്കും സങ്കടമാണ് അത് പറയുമ്പോ. പിന്നെ നമ്മൾ വിചാരിക്കുക, നമുക്ക് ഓരോ കർമ്മഫലം ഉണ്ടല്ലോ, ആ കർമ്മഫലം നമ്മൾ അനുഭവിച്ചല്ലേ പറ്റൂ. അങ്ങനെ വിചാരിക്കുക, ദൈവത്തോട് പറയുക, നമുക്ക് ചിലപ്പോ ഈ ജന്മം ഇങ്ങനെ ജീവിക്കാൻ, പുത്രദുഃഖത്തോടെ ദശരഥ മഹാരാജാവ് ജീവിച്ചില്ലേ, അതുപോലെ ജീവിക്കാനുള്ള യോഗമായിരിക്കും. അങ്ങനെ വിചാരിക്കുക. അതെ, നമുക്ക് പ്രാർത്ഥിക്കാൻ ഇനി എന്താ ഉള്ളത്? മറ്റാർക്കും നമ്മൾ